ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഡോക്ടർ യുഹാൻ മാർട്ടിനസ് കോറോസ് മെത്രാപ്പൊലീത്ത, ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്ന അഖില ലോക പ്രശസ്തിയുള്ള ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ, നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എം. ഒ. ജോണച്ചൻ, അൽമായ ട്രസ്റ്റിയായി ശോഭിക്കുന്ന ശ്രീ ജോർജ് പോൾ, അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സമർപ്പിക്കുന്ന പ്രൊഫസർ സാജു എലിയാസ്, വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, അവാർഡ് ഏറ്റുവാങ്ങുവാനൊക്കെ കടന്നുവന്നിരിക്കുന്ന പ്രതിഭാശാലികളായ കുഞ്ഞുങ്ങളെ, അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അഭിനന്ദനം ഊർജം നൽകുന്ന ഒരു ഔഷധമാണ്. ചെറുപ്രായത്തില അല്ലെങ്കിൽ അല്പം പ്രായം കൂടിയാൽ പോലും ഒരു അഭിനന്ദനം ഒരാളിൽ ഉണ്ടാകുന്ന പരിവർത്തനം അത്ഭുതാവഹമാണ്. അത് ഒരു ഔഷധത്തേക്കാൾ കൂടുതൽ ഊർജം നൽകുകയും ചെയ്യും. മാതാപിതാക്കളായിരുന്നാലും മറ്റ് ആരായിരുന്നാലും അഭിനന്ദിക്കേണ്ട സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അവരുടെ ഉള്ളിലുള്ള ഊർജവും കഴിവും വളരെയധികം വർദ്ധിക്കുമെന്ന് നമുക്ക് അറിയാം. മരകസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള ഒരു സമ്മേളനത്തിലൂടെ പ്രതിഭാശാലികളായ കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവരെ സഭ നേരിട്ട് അനുമോദിക്കുകയാണ്. എത്രയോ ദൂരം സഞ്ചരിച്ച് ഏറെ കഷ്ടപ്പെട്ട് ആണ് പലരും വന്നിരിക്കുന്നത് എന്ന് നല്ലതുപോലെ അറിയാം. എങ്കിൽ പോലും സഭയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അത് വളരെ അഭിമാനത്തോടെ, വളരെ ആദരവോടെ, സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ തക്കവണ്ണം കടന്നു വന്നതിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഏത് മേഖലയിലെങ്കിലും പ്രത്യേകത ഉള്ള നിലയിൽ വലിയ വിജയം നേടിയിട്ടുള്ള എല്ലാവരെയും അഭിനയിക്കുകയാണ്. എല്ലാ വർഷവും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യവുമാണ്. കാരണം അവർക്ക് ഈ സഭയോട് ഒരു ബന്ധമുണ്ട്. ഈ സഭ തിരിച്ചറിഞ്ഞ് എന്നെ ആദരിച്ചു എന്ന ഒരു വികാരവും അവരുടെ ഉള്ളിൽ എന്നും നിലനിൽക്കും. ഓരോ മനുഷ്യ ജീവിതത്തിലും സാധ്യതകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിർവചിക്കാനാകുകയില്ല. വലിയ സാധ്യതകളാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് പല ആ സാധ്യതകൾ വികസിക്കണമെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ ഒത്തുവരണം. അപ്പോൾ പ്രതിഭാശാലികളായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ അനുമോദിക്കുകയും അവരുടെ തുടർന്നുള്ള ജീവിതത്തിലെ അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. മരകസഭയ്ക്ക് നിങ്ങളൊരു മുതൽക്കൂട്ടാണ്. സഭയ്ക്ക് മാത്രമല്ല, സമൂഹത്തിനൊരു മുതൽക്കൂട്ടാണ്. നിങ്ങളുടെ ബുദ്ധിപരമായ മികവ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മനുഷ്യ സ്നേഹവും നിങ്ങളിൽ ഉണ്ടാകണം. വെടുവെടുക്കൽ എന്ന നിലയിലുള്ള പാണ്ഡിത്യം കൊണ്ടും ധനം കൊണ്ടും ഒക്കെ ഉന്നത സ്ഥായിയിൽ എത്തി എങ്കിൽ പോലും മനുഷ്യപ്പറ്റും മനുഷ്യ സ്നേഹവും ഒരിക്കലും നഷ്ടപ്പെടാതെ ജീവിക്കുവാനത്തോളം ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ അത് ചിന്തിക്കുകയും ആ വിധത്തിൽ അവരെ വളർത്തുകയും ചെയ്യാനൊക്കെയുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് വളരെ ദീർഘമായ പ്രശ്നം ഞാൻ ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും 10-700 പേർക്കെങ്കിലും ഈ അവാർഡ് നേരിട്ട് നൽകണം. അത്
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചെന്നൈ ഭദ്രാസനത്തിന്റെ ഭരണനിർവഹണം